എല്ലാവർക്കും നമസ്കാരം. വീണിടം വിദ്യാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം, ഈ കാലത്തിലെല്ലാം നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാലമുണ്ട്, പരീക്ഷാകാലം. ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങൾക്ക് രണ്ട് മുഖമാണ്. ഒന്ന് നമ്മുടെ മക്കൾക്ക് പരീക്ഷാകാലവും, മറ്റത് നാട്ടിലെ ഭഗവതിക്ക് ഉത്സവകാലവും. എൻ്റെ ഓർമ്മയിൽ ഇത് രണ്ടും എപ്പോഴും ഒരുമിച്ചേ വന്നിട്ടുള്ളൂ. നമ്മൾ ഒരു മുളക് ചമ്മന്തിയൊക്കെ അരച്ച് കപ്പയിൽ കഴിച്ചിട്ട് അവസാനം ചൂട് കട്ടൻ ചായ ഊതി കുടിക്കുന്ന ഒരു സുഖമില്ലേ? വേദനയൊക്കെ ഉണ്ട്, എന്നാലും അതിനൊരു രുചി. അതാണിത്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എഴുന്നള്ളുകയാണ് വിത്ത് DJ. അടുക്കളയിൽ കടുവറുത്തോണ്ടിരിക്കുന്ന നമ്മളെ തുള്ളിപ്പോവും. പിന്നെയാണ് അകത്ത് പൈതകോറസ് തിയറി പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ. A² + B² = Z² എന്നൊക്കെ ചേർത്ത് കുറച്ച് കോസ് തീറ്റയും സൈൻ തീറ്റയൊക്കെ മൃഷ്ടാനൊന്ന് ഉള്ളിലോട്ട് കെടുക്കാന്ന് വിചാരിക്കുമ്പോൾ ദാ കേൾക്കണം, പാലപ്പള്ളി തിരുപ്പള്ളി പുകലേയും രാക്കുളി നാടാണ്. ദാ പോണില്ല സാഗുസാകേക്ക്. നന്നായിട്ട് പരീക്ഷ എഴുതാനും പറ്റൂല, നന്നായിട്ട് ഉത്സവം ആഘോഷിക്കാനും പറ്റൂല. എന്നെ കൊടുമ സാറിത്. ഈ മാർച്ച് മാസം ഭക്തി കൂടുന്ന ഒരു മാസവും കൂടിയാണ്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. തൻ്റെ പാതി ഓൾറെഡി കയ്യിൽ നിന്ന് പോയി. ഇനി ദൈവത്തിൻ്റെ പാതിയിലാണ് ആകെ ഒരു പ്രതീക്ഷ എന്ന് വിചാരിച്ച് ഉത്സവമായ അമ്പലത്തിൽ 2 നേരവും കയറി ഇറങ്ങി ഭഗവാൻ അങ്ങ് ഉള്ളിലോട്ട് ആവാഹിക്കും. ബാക്കി 355 ദിവസം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ, കുളിക്കാതെ, പല്ലിയേക്കാതെ തിന്ന് നടക്കണവന്മാർ ഈ പരീക്ഷാകാലത്ത് മാത്രം കാണിക്കുന്ന ഭക്തിയിൽ പുള്ളിക്കാരന് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ നമ്മളെ പിള്ളേരല്ലേ, അങ്ങ് ക്ഷമിക്കും. വേറെ ചിലരുണ്ട്, ഓടുന്ന ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും ഒക്കെ വല്ല പള്ളിയോ അമ്പലമോ ഒക്കെ കാണുമ്പോഴത്തേക്ക് 1 രൂപ കോയിനെടുത്ത് തലേ കറങ്ങിയിട്ട് എൻ്റെ മോന് നല്ലൊരു കല്യാണാലോചന വരണേന്ന് പറഞ്ഞ് ഒറ്റയേറി. കർത്താവ് അത് ക്യാച്ചും പിടിച്ച് മോന് പറ്റിയ കല്യാണാലോചനയും കൊണ്ട് പുറകെ ഓടണമെന്നായിരിക്കും ഇവരുടെയൊക്കെ വിചാരം. എൻ്റെയൊക്കെ 10ാം ക്ലാസ് പരീക്ഷയും, മുത്താരമ്മ കോവിലിലെ പുനഃപ്രതിഷ്ഠാ വാർഷികവും, തിരീക്കര കോവിലിലെ കൊടിയേറ്റവും, പറമ്പി തമ്പുരാൻ്റെ ഉത്സവവും, നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എല്ലാം കൂടെ ഒരുമിച്ചാണ്. ഏതാണ്ട് സദ്യ കഴിച്ചിട്ട് പിറ്റേന്ന് ഈ ബാക്കി വരുന്ന കറി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു പഴംകൂട്ടം ഉണ്ടാക്കൂലേ? എല്ലാ കറിയുടെ ടേസ്റ്റും കാണും, ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കാണൂലേ? അതുപോലെ എല്ലാം കൂടെ ചേർന്നൊരു ടമാർ പടാർ. പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് കതിന പൊട്ടും പോലെയാണെന്ന് മാത്രം. ഈ പരീക്ഷയൊക്കെ എപ്പോഴും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, ഈ അന്നദാനത്തിൻ്റെ സമയത്ത്. പക്ഷെ അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഈ പരീക്ഷയുള്ള കുട്ടികളെ മാമന്മാർ ക്യൂവിൽ നിർത്തൂല, ഇടയിൽ കൂടെ അങ്ങോട്ട് കയറ്റി വിടും. അങ്ങനെ കുറച്ച് മാമന്മാരുടെ ഹെൽപ്പോട് കൂടി ഇടയിലൂടെ കയറി പോയപ്പോൾ ഉണ്ട് ദാ വരിക്കിരിക്കുന്നു എക്സാം ഡ്യൂട്ടിക്ക് പറഞ്ഞ വിമല ടീച്ചർ. എന്നെ കണ്ടുടനെ ഞാനാണ് ടീച്ചർ എന്നൊന്ന് പറയടി, ഞാൻ ലേറ്റായി കഴിഞ്ഞാൽ നിനക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ ലേറ്റാവുമെന്ന്. അതിപ്പോൾ ലേറ്റായാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഒരു പാല ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നല്ലേ. ടീച്ചറിന് ഹെൽപ്പ് ചെയ്താൽ നമുക്കും എന്തെങ്കിലും സഹായം കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഇതാണ് മാമ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ടീച്ചറിനെയും കൂടെ കൊണ്ട് അന്നദാനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ക്ലാസ്സിൽ കയറിയപ്പം എൻ്റെ സെയിം ക്ലാസ്സിൽ വിമല ടീച്ചർ. മോളെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. പക്ഷെ ടീച്ചർ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഒരു പരിചയം പോലും കാണിക്കണില്ല. പൊട്ടിയ ലഡ്ഡുവൊക്കെ അങ്ങ് ആവിയായിപ്പോയി. അന്നദാനത്തിൻ്റെ ക്യൂവിൽ നിർത്തിയിട്ട് വന്നാൽ മതിയായിരുന്നു, തുണ്ടു പോലും വയ്ക്കാൻ സമ്മതിച്ചില്ലെന്ന്. എനിക്ക് മാർക്കെങ്ങാനും കുറഞ്ഞ ഞാൻ ആറ്റിയാൽ പൊങ്കാല ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ബാക്കി കാര്യം ആറ്റിയാൽ അമ്മ നോക്കിക്കോളും. ഏതാണ്ട് PTA മീറ്റിങ്ങിന് ഓമനമ്മയെ കൊണ്ടുപോയിട്ട് എൻ്റെ കൊച്ചിന് മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ടീച്ചർമാരെ അങ്ങോട്ടെടുത്തിട്ട് പൊരിക്കൂലേ? ഏതാണ്ട് ആ ഒരു സ്റ്റൈൽ. നമുക്ക് വേണ്ടി ചോദിക്കാൻ നമ്മുടെ ദൈവം വരും എന്നുള്ളൊരു വിശ്വാസമില്ലേ? നമ്മൾ വലുതാവും തോറും ആ ഭക്തിയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അത് തരണേ ഇത് തരണേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറ്. ഇതേ അടവ് നമ്മുടെ മക്കൾ ഇപ്പം നമ്മളോട് എടുക്കാറുണ്ട്. അമ്മ ചെണ്ടമേളം കാരണം പഠിക്കാൻ പറ്റണില്ലെന്ന്. തൊട്ടപ്പുറത്ത് നിന്ന് ഞാൻ കാറിക്കൂവി വിളിക്കുന്നത് നിങ്ങൾ കേൾക്കണില്ല, 3 കിലോമീറ്റർ അക്കരെയുള്ള ചെണ്ടമേളം കാരണം പഠിക്കാൻ പറ്റണില്ലെന്ന്. ചിലപ്പോൾ ശരിയായിരിക്കും, മനസ്സിൽ ഇഷ്ടമുള്ളതിലോട്ടല്ലേ ശ്രദ്ധ പോവുള്ളൂ. നമ്മുടെ അമ്മമാരുടെ ഈ വലിച്ചുകറിയുള്ള വിളിയൊക്കെ അതുങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും. അമ്പലത്തിൽ ദീപാരാധന ചെയ്യണം സാധാരണ ദിവസങ്ങളിൽ അപ്പം അമ്പലത്തിലെ പോറ്റിയും കഴകം ചെയ്യണ മാമിയും അർച്ചന റെസിറ്റ് എഴുതണ മാമനും മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ഈ ഉത്സവ സമയത്ത് ഒരു സൂചി തറയിലിട്ട വീഴാത്തത്രയും ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കും. കാരണം ഇപ്പോൾ പൂജയെക്കാളും കൂടുതലാണല്ലോ കലാപരിപാടികളും 3 നേരം അന്നദാനവും. നമ്മൾ വീട്ടമ്മമാർ ഓടിച്ചാടിയൊക്കെ അവിടെ പോകുന്നത് വീട്ടിൽ കഴിക്കാൻ ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവിടെ ചെന്നിരുന്ന് കഴിക്കുന്നത് അതൊരു അനുഭവമാണ്, അതൊരു സുഖമാണ്, അതൊരു രുചിയാണ്, അതൊരു ഭക്തിയാണ്. പുതിയ നിയമപ്രകാരം രാത്രി 10 മണി കഴിഞ്ഞാൽ കലാകാരന്മാരെല്ലാം ഊമപ്പെണ്ണിന് ഉരിയാട പയ്യനങ്ങ് ആയിക്കോണം. മൈക്ക്, ബോക്സ്, DJ ഒന്നും പാടില്ല. ശബ്ദമലിനീകരണം തടയാനും ഈ സമയങ്ങളിൽ നടക്കാൻ സാധ്യതയുള്ള അത്യാഹിതങ്ങൾ തടയാനും വേണ്ടിയിട്ടാണെന്ന് പോലീസ് ഭാഷ്യം. ശരിയാ, ഈ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസമൊന്നും അനിഷ്ട സംഭവമൊന്നും നടക്കാത്തതുകൊണ്ട് രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ ഉള്ള മൈക്ക് അല്ലാത്തതുകൊണ്ടും ഈ നിയമമൊന്നും കുഴപ്പമില്ല. ഈ ഉത്സവം തീരുമ്പോഴുള്ള വെടിക്കെട്ടും പരീക്ഷയുടെ റിസൾട്ടും ഏതാണ്ട് ഒരുപോലെയാണ്. രണ്ടും മോളിപ്പോയങ്ങ് പൊട്ടും. ഇനി ജയമായാലും തോൽവിയായാലും എന്തായാലും വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രം. ഈ പരീക്ഷ എഴുതാൻ പോണ പിള്ളേരോട് നമ്മൾ പറയുന്ന സ്ഥിരം ഒരു ഡയലോഗുണ്ട്, മക്കളെ 10ാം ക്ലാസ് പരീക്ഷയാണ് ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ്, ഇത് കഴിഞ്ഞാൽ നീ അങ്ങ് രക്ഷപ്പെടുമെന്ന്. എവിടെ രക്ഷപ്പെടാൻ?
10ാം ക്ലാസ് പരീക്ഷ വെറും ഒരു ചുറ്റിക്കോണ വളവ് മാത്രം. ഇനിയാണ് താമരശ്ശേരി ചുരം കിടക്കുന്നത്. പണ്ട് പരീക്ഷാ ഹാളിൽ ഇരുന്ന് കേട്ട ചെണ്ടമേളവും വൈകിട്ട് അമ്പലപ്പറമ്പിൽ കണ്ടിരുന്ന മത്തങ്ങ ബലൂണും പി ഒന്നും ഇപ്പോൾ കണ്ണും കാതും ഒന്നും പിടിച്ചെടുക്കുന്നില്ല. നൂറ് വേറെ ചിന്തകളാണല്ലോ. ആ മത്തങ്ങ ബലൂണും പി ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നതും പരീക്ഷയ്ക്ക് പഠിക്കുക മാത്രം എന്ന ജോലി ഉണ്ടായിരുന്ന ബാല്യകാലം മാത്രം മതിയായിരുന്നല്ലേ. ഇനി മക്കളോട് ഒരു കാര്യം, പരീക്ഷാകാലമാണ് വരുന്നത്, കൂട്ടത്തിൽ ഉത്സവവും പെരുന്നാളും വരുന്നുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടത് സമയത്ത് പഠിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് ഉത്സവവും പെരുന്നാളും അടിച്ചു പൊളിച്ചു. ഓൾ ദ വെരി ബെസ്റ്റ്.